ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം, പ്രത്യേകിച്ച് പുതിയ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കൂടുതലും ആൾക്കാർക്കൊന്ന് റീച്ച് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ആയിട്ട് സാധിക്കും. കാരണം ഒരു 3000, 5000, 10000 ഒക്കെ വ്യൂസ് വരുന്നുണ്ട് നമ്മുടെ വീഡിയോസിനെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ വീഡിയോസൊക്കെ അത്യാവശ്യം റീച്ചായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്രീസ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മുടെ ചാനൽ പോകും. അതുകൊണ്ടാണ് പലപ്പോഴും വ്യൂസ് കുറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3000, 5000, 10000 ഒക്കെ വ്യൂസ് വന്നുകൊണ്ടിരുന്ന സ്ഥാനത്ത് പെട്ടെന്നൊരു ദിവസം ഒരു ഡൗൺ ആയ ഒരു ഫീൽ നമുക്ക് വരിക. അത് 500, 600 വ്യൂസ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ എക്സാമ്പിൾ സഹിതം ഞാൻ കാണിച്ചു തരാം. ഞാൻ വേറൊരാളുടെയും പോകേണ്ട കാര്യമില്ല. എനിക്ക് എന്നെ തന്നെ, ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ വിലയിരുത്തിയ കാര്യങ്ങൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന് കിട്ടുന്ന വ്യൂസാണ് വളരെ 400, 500, 600 ഈ ഒരു രീതിയിലാണ് എൻ്റെ വ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുൻപൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ വീഡിയോസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഷോർട്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സാണ് ഒരു ടൈം കീപ്പ് ചെയ്ത് ഇട്ടുകൊണ്ട് ഇരുന്നത്. അപ്പോൾ എൻ്റെ ഷോർട്സിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ കാണാം, ഇപ്പോൾ വന്നിരിക്കുന്നത് മൊത്തം 500, 600, 400 ആ ഒരു റേഞ്ചിലാണ്. വല്ലപ്പോഴും ഏതെങ്കിലും ഒരെണ്ണോ രണ്ടെണ്ണോ വല്ലതും ആയിരിക്കും ഒരു 10,000 അല്ലെങ്കിൽ 12,000 കടന്നു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു 4,000, 2,000 ഒക്കെ കടന്നു പോയിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് മുൻപ് ഇങ്ങനെ അല്ലായിരുന്നു. അതായത് 2 ആഴ്ച മുൻപ് വരെ എനിക്കിങ്ങനെ അല്ലായിരുന്നു. കണ്ടോ, 2 വീക്സ് എഗോ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, എൻ്റെ എല്ലാ വീഡിയോസിനും കുറഞ്ഞത് ഒരു 2,500 വ്യൂസ് അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ എനിക്ക് ഉണ്ടായിരുന്നു. 2,000, 4,000, 6,000 ആ ഒരു രീതിയിൽ എനിക്ക് വ്യൂസ് കുറയാതെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ എനിക്ക് വളരെ കുറവ്. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാനത് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എനിക്കിപ്പം കിട്ടുന്ന വ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. 400, 500 വല്ലപ്പോഴും ഒക്കെയാണ് ഒരു 10,000 ഒക്കെ ഒരു വ്യൂസൊക്കെ ആ ഷോർട്സിന് കിട്ടുന്നത്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് വന്ന പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ടൈം മാറ്റി, എൻ്റെ ടൈം മാറ്റി, വീഡിയോ ഇടുന്ന ഷോർട്സ് ഇടുന്ന ടൈം മാറ്റി. എൻ്റെ ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു മടുപ്പൊക്കെ തോന്നും. ഇങ്ങനെ സംഭവിക്കുന്ന പ്രധാന കാരണം ഞാൻ മനസ്സിലാക്കിയത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മളൊരു ടൈം കീപ്പ് ചെയ്യുക. ഹൗസ് വൈഫാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹത്തോടും ഇഷ്ടത്തോടും ഒക്കെ തുടങ്ങിയതാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ അധികം കഷ്ടപ്പെട്ട് ഷോർട്സ് ഒക്കെ എടുത്ത്, കഷ്ടപ്പെട്ടു എന്ന് പറയുമ്പം ഇതിൽ വലിയ കാര്യം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എൻ്റെ സാഹചര്യം വെച്ചിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഓരോ വീഡിയോസും ഞാൻ എടുക്കുന്നത്. ഈവൻ കുക്കിംഗ് വീഡിയോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷോർട്സ് ആയിക്കോട്ടെ. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് ആയിരുന്നു എൻ്റെ ചാനൽ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഷോർട്സ് ഇടുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇതിന് സമയം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് 3 കുട്ടികളാണ്. അപ്പം രാവിലെ ഈ കുട്ടികളെയൊക്കെ സ്കൂളിൽ, 2 പേര് സ്കൂളിൽ പോകുന്നുണ്ട്, സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് അതിനുശേഷം 3-ാമത്തെ ആളെ രാവിലെ ഉറക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു 9, 10 മണിയൊക്കെ ആകുന്ന സമയത്താണ് ഞാൻ അവളെ ഉറക്കി കിടത്താറ്. ആ ഒരു സമയത്ത് ഉറക്കി കിടത്തിയതിനൊക്കെ ശേഷമാണ് ഞാൻ എൻ്റെ കുക്കിങ്ങിലോട്ട് പോകുന്നത്. ആ ഒരു പണിയെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോസ് ഷോർട്സ് എടുക്കാനൊക്കെ ഞാൻ ടൈം കണ്ടെത്തുന്നത്. എൻ്റെ 3-ാമത്തെ കുട്ടി ഉണർന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് എനിക്ക് ഈ പരിപാടി എല്ലാം തീർക്കണം. കാരണം അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പരിപാടി ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഓരോ വീഡിയോസും എടുക്കാറ്. ഒരു ഹൗസ് വൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാത്രമല്ല, വേറെയും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ ജോലികൾ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരും. അപ്പോൾ നമ്മുടെ ചാനൽ എങ്ങനെ വിലയിരുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് ഈ അനലിറ്റിക്സിൽ പോയി കഴിയുമ്പോൾ, നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അനലിറ്റിക്സിൽ പോയി കഴിയുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനൊരു സെക്ഷനുണ്ട്, റിട്ടേണിംഗ് വ്യൂവേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, viewers who had already watched your channel previously and returned to watch in the selected time period. അപ്പോൾ 20,599 പേരാണ് ഈ റിട്ടേണിംഗ് വ്യൂവേഴ്സായിട്ട് എനിക്കുള്ളത്. ഇവർ മുൻപ് എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്. അവർ പുതുതായിട്ട് ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും അവരെൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഇത് കൂടാതെ എനിക്ക് ന്യൂ വ്യൂവേഴ്സായിട്ട് 1,00,000 സംതിങ് ആൾക്കാരാണ് വന്നിട്ടുള്ളത്. താഴെ നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഏതൊക്കെ വീഡിയോസാണ് റീച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ചെയ്ത ഷോർട്സാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കൂടുതലും. ആ ഷോർട്സൊക്കെ അന്ന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് റീച്ച് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് ചിലപ്പോൾ ട്രെൻഡിങ് ആ ഒരു രീതിയിൽ വരുന്നതായിരിക്കത്തില്ല.
അപ്പോൾ ഞാൻ ഇതിന് ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ട് ട്രെൻഡിങ് ഇതിലുള്ളത്. അപ്പോൾ അങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വരുന്നതിനൊക്കെ നമുക്ക് വ്യൂസ് ഇടയ്ക്ക് വരുന്നുണ്ട്, അല്ലാത്തതിനൊക്കെ 400 500 എന്നുള്ള രീതിയിൽ വളരെ കുറഞ്ഞും പോകുന്നു. പിന്നെ ഇവിടെ നമുക്ക് അറിയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ചാനൽ ദാറ്റ് യുവർ ഓഡിയൻസ് വാച്ചസ്. അപ്പോൾ ആ ഒരു ചാനലുകളൊക്കെ നമ്മൾ കയറി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ കണ്ടൻറ്റ്, ഏതൊക്കെ ടൈപ്പ് കണ്ടൻറ്റാണ് നിങ്ങളുടെ വ്യൂവേഴ്സിന് ഇഷ്ടം. അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടതുപോലെയാണ്, ആദ്യമൊക്കെ 2000 3000 അല്ലെങ്കിൽ 6000 4000 ഒക്കെ വ്യൂസ് വന്നിരുന്ന സ്ഥാനത്താണ് എനിക്ക് പിന്നീടുള്ള ഷോർട്സിനെല്ലാം വളരെ വ്യൂസ് ഡൗൺ ആയിട്ടുണ്ട്. എന്താണ് കാരണം എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് പോകും എന്താണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു ടൈം കീപ്പ് ചെയ്യുന്നത് മാറി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ ഒരു സമയത്ത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ആ സമയം ചേഞ്ച് ചെയ്തു, ഒരു കാരണം. പിന്നെ പലപ്പോഴും 1-2 ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി, അത് ഒരു കാരണം. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ വരും അപ്പോൾ നമ്മുടെ വ്യൂസ് ഡൗൺ ആവാനായിട്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു ചാനൽ തുടങ്ങി അത് സക്സസ് ആകുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയുമ്പം നമ്മൾ വീഡിയോസ് ഒന്നെങ്കിൽ നമുക്ക് കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇടുക, ഒരു ടൈം കീപ്പ് ചെയ്തിടുക. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കൂടുമ്പോഴാണ് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരേ ഒരു ഫോർമാറ്റിൽ ഒരു കുറച്ച് നാൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പോൾ ഞാനത് വീണ്ടും തളരാതെ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ സക്സസ് ആവുന്ന പ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ പരിശ്രമിച്ച് വിജയം കണ്ടെത്താം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.